നമസ്തേ, വെൽക്കം ടു പ്രാണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ട്രബിളും അതേപോലെ കോൺസ്റ്റിപ്പേഷനുള്ള കുറച്ച് പോസ്റ്റേഴ്സാണ്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോസ്റ്റേഴ്സ് ചെയ്യുക, ഈസി ആയിട്ട് എങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ബേസിക് ലൂസനിങ്ങോ സ്ട്രെച്ചിങ്ങോ ചെയ്തതിന് ശേഷം മാത്രം ഈ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മലർന്ന് കിടക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോസ്റ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ അതിനായിട്ട് നിങ്ങൾ രണ്ട് കാലും ചേർത്ത് വയ്ക്കുക. ദെൻ റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ദെൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. കംഫർട്ടബിളായിട്ട്, സ്ട്രെയിൻ ചെയ്യേണ്ട. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, സിവിയർ ബാക്ക് പെയിനോ അല്ലെങ്കിൽ സ്പൈനിന് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉള്ളവരാണെങ്കിൽ ഇത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ലൈറ്റായിട്ട് സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങളുടെ കാൽമുട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുക. ദെൻ ഓപ്പോസിറ്റ് ലെഗ്, നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ഒരു 45 ഡിഗ്രിയിൽ ലിഫ്റ്റ് ചെയ്യുക, ശ്വാസം എടുത്തുകൊണ്ട്. ദെൻ ശ്വാസം വിടുന്ന സമയത്ത് നിങ്ങളുടെ ഹെഡ് ലിഫ്റ്റ് ചെയ്യുക, നീസ് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ റൊട്ടേറ്റ് ചെയ്യുക. എത്രത്തോളം നമുക്ക് വൈഡായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ, സ്ട്രെയിൻ ഇല്ലാതെ അത്രയും വൈഡായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഒരു 3-5 തവണ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. 2 3 4 5. ഇനി അതേപോലെ റിവേഴ്സും 5 4 3 2 1. ദെൻ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ഹെഡ് ഡൗൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കാല് താഴ്ത്തുക. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നെക്ക് പെയിൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ടും ഓപ്പോസിറ്റ് റൊട്ടേഷൻ ചെയ്യാം കേട്ടോ. ദെൻ വീണ്ടും നിങ്ങളെ റൈറ്റ് ലെഗ് റിലീസ് ചെയ്യുക. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, പതുക്കെ റിലീസ് ചെയ്യുക. ദെൻ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ലെഗും ചെയ്യാം. സോ ലെഫ്റ്റ് ലെഗ് പതുക്കെ ബെൻഡ് ചെയ്യുക, ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൈ കൊണ്ട് നല്ലോണം ലോക്ക് ചെയ്ത് പിടിക്കുക. ഓക്കെ, ദെൻ വയറിലേക്ക് നല്ലോണം അമരുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുക കേട്ടോ, സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾ റൈറ്റ് ലെഗ് 45 ഡിഗ്രി ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഹെഡ് ലിഫ്റ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ ലെഗ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ശ്വാസം എടുത്ത് വിടുക കേട്ടോ. 1 2 3 4 5. Reverse. 5 4 3 2 1. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഹെഡ് ഡൗൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് ലെഗ് ഡൗൺ ചെയ്യുക. ദെൻ വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗും റിലീസ് ചെയ്യുക. ദെൻ സാധാരണഗതിയിൽ ശ്വാസം എടുക്കുക, സാവധാനം ശ്വാസം വിടുക, ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പോസ്റ്റർ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്തിട്ട് ഏത് കാലാണോ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ റൊട്ടേറ്റ് ചെയ്യുന്ന കാല് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് സ്റ്റിഫായിട്ട് വെക്കാൻ ശ്രമിക്കുക. അതായത് കാല് കുഴച്ചിടാതെ ലൂസാക്കി വെക്കാതെ കുറച്ചുകൂടെ തൈസും കാഫും നീസൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. സോ അതിനുവേണ്ടി നിങ്ങൾ രണ്ട് കാലും ചേർത്ത് വയ്ക്കുക. ദെൻ രണ്ട് കാലും ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് ഹഗ് ചെയ്ത് കൊടുക്കുക. ദെൻ സാധാരണഗതിയിൽ ശ്വാസം എടുത്ത് വിടുക. ദെൻ മുന്നോട്ടും പുറകോട്ടും ഒന്ന് റോക്ക് ചെയ്യുക. 1 സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 2 3 4 5. ഇത് 5-10 തവണ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ദെൻ നട്ടല് ചെയ്യുന്ന സമയത്ത് നട്ടലിലേക്ക് ശ്രദ്ധ കൊടുക്കുക. സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ അതിനുശേഷം രണ്ട് കാലും സാവധാനം റിലീസ് ചെയ്യുക.
ദെൻ വീണ്ടും കൈ റിലീസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ദെൻ അതിനുശേഷം നെക്സ്റ്റ് പോസിലേക്ക് പോവുക. റോളിങ് ഇതേപോലെ തന്നെ 2 കാലും ചേർത്ത് വയ്ക്കുക, 2 കാലും ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കാൽമുട്ട് മടക്കി കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും 2 കൈ കൊണ്ടും കാലൊന്ന് ഹഗ് ചെയ്ത് കൊടുക്കുക. ദെൻ ബോഡി റിലാക്സ് ആയിട്ട് തന്നെ വയ്ക്കുക, വല്ലാതെ ടൈറ്റ് കൊടുത്ത് സ്ട്രെയിൻ ഒന്നും കൊടുക്കരുത് കേട്ടോ. ദെൻ ശ്വാസം എടുക്കുക. ശ്വാസം വിടുന്ന സമയത്ത് സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡി ഫുൾ ബോഡി സൈഡിലേക്ക് മൂവ് ചെയ്യുക. ദെൻ വീണ്ടും ശ്വാസം എടുത്ത് തിരിച്ച് വരിക, ശ്വാസം വിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെഡും നെക്കൊക്കെ റിലാക്സ്ഡ് ആയിരിക്കണേ, ശ്രദ്ധിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുക, ഒരു 5 or 10 തവണ റിപ്പീറ്റ് ചെയ്യുക. 2 3 4 5. ദെൻ സാവധാനം വീണ്ടും 2 കൈയും റിലീസ് ചെയ്യുക, ഓരോരോ കാലായിട്ട് റിലാക്സ് ചെയ്യുക. ദെൻ വീണ്ടും കംപ്ലീറ്റ് ആയിട്ട് ശവാസനയിൽ റിലാക്സ് ചെയ്യുക. സാധാരണഗതിയിൽ ശ്വാസം എടുത്ത് വിടുക. നമ്മളിവിടെ ചെയ്തത് പാവനമുക്താസന ക്രിയയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പാവനം മീൻസ് എയർ അല്ലെങ്കിൽ വായു, മുക്താസന അതായത് മുക്തി, നമുക്ക് ഈ ഗ്യാസിൽ നിന്ന് മുക്തി കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസിൽ നിന്നും നമുക്ക് റിലീസ് കിട്ടാൻ ഈ ആസനാസ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് ഡെയിലി എന്നും എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.